വിക്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രമിന്റെയും വേദയുടെയും മുന്നിൽ വെച്ചുകൊണ്ട് ചന്ദ്രശേഖരൻ അനിയൻകുട്ടിനെ വെടിവെച്ചാലങ്ങ് കൊല്ലുന്നുണ്ട്. അന്നേരം ഇത് കണ്ട വേദ ബോധം കെട്ടങ്ങ് വീഴാണ്. വിക്രമിന് അനിയൻകുട്ടിനെ രക്ഷിക്കാനാവാതെ ഞെട്ടിത്തെറിച്ച് നിൽക്കുമായിരിക്കും. ദേഷ്യം അടക്കാനാവാതെ അവൻ ചന്ദ്രശേഖരനെ നോക്കി നിന്നു. വിക്രം ചന്ദ്രശേഖരനെ ഇടിക്കാനായി ഓടിച്ചെന്നു. എന്നാൽ ചന്ദ്രശേഖരൻ വിക്രമിന് നേരെ തോക്ക് ചൂണ്ടി അവനെ വെടിവെക്കാൻ അരികിലേക്ക് പോയി. ആ സമയത്തിന് ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കൊല്ലച്ചാ, കൊല്ലവനെ. അവനെ കൊന്നതുപോലെ ഇനി ഇവനും രക്ഷപ്പെടാൻ പാടില്ല എന്ന് തന്നെ ശ്രീകാന്ത് വിളിച്ചു പറയുന്നുണ്ട്. വിക്രമിനെ കൊല്ലാൻ വേണ്ടി ചന്ദ്രശേഖരൻ തോക്ക് ഉയർത്തിപ്പിടിച്ചു. എന്നാൽ സേതു ഇടയിൽ കയറി ചന്ദ്രശേഖരനെ അങ്ങ് തള്ളി മാറ്റുന്നുണ്ട്. ചന്ദ്രശേഖരൻ പാറയുടെ മുകളിലേക്ക് ഉരുണ്ടങ്ങ് താഴേക്ക് വീഴാണ്. ആ സമയം നിലത്ത് വീണ ചന്ദ്രശേഖരന്റെ തോക്ക് വിക്രം എടുത്തു. അവൻ അത് ശ്രീകാന്തിന്റെ നെറ്റിയിലേക്ക് അങ്ങ് അമർത്തി വെച്ചു. നിന്നെ ഞാൻ കൊല്ലുമടാ, നിങ്ങൾ ഇനി ജീവനോടെ ഇരിക്കണ്ട എന്ന് തന്നെ വിക്രം ദേഷ്യപ്പെട്ടു പറഞ്ഞു. എൻ്റെ അനിയൻകുട്ടനെയും വരുണിനെയും പുടിക്കനെയൊക്കെ കൊന്ന് നിങ്ങളെ ഇനി ആരും വെറുതെ വിടില്ല. ഇനി എത്ര പേരെ നീ ഇനി ഇതുപോലെ കൊല്ലുമെന്നൊക്കെ അവൻ ദേഷ്യപ്പെട്ട് ചോദിച്ചു. വേണ്ട വേണ്ട വിക്രം എന്ന് സേതു വിളിച്ചു പറയുന്നുണ്ടെങ്കിലും വിക്രം അതൊന്നും തന്നെ കേൾക്കുന്നില്ല. ശ്രീകാന്ത് പേടിച്ച് വിറച്ച് എന്നൊന്നും ചെയ്യല്ലേ, ഞാൻ നിന്റെ കാല് പിടിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ലടാ, ഇനി നീ ജീവനോടെ ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വിക്രം അങ്ങ് തീർത്തും പറയാണ്. ഇത് കണ്ട് ചന്ദ്രശേഖരൻ വിക്രമിന്റെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി അവിടെ നിന്നും ഓടിമാറി ഒളിച്ചു നിന്നു. മകൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് അവൻ അവിടെ നിന്നും ഒളിച്ചു നോക്കി നിൽക്കുന്നത്. ശ്രീകാന്തിനെ കൊല്ലാൻ വേണ്ടി മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വിക്രം നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് വേദയുടെ മുഖം അവൻ്റെ മനസ്സിലങ്ങ് തെളിഞ്ഞു വന്നു. ബോധമില്ലാതെ കിടക്കുന്ന വേദയെ കണ്ട് അവന് വിഷമം തോന്നി. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വേദ ഒറ്റപ്പെട്ടു പോകുമെന്നും അവളോടൊപ്പം ജീവിക്കണമെന്നൊക്കെ വിക്രം ആഗ്രഹിച്ചു. ആ ഒരു വിചാരം മനസ്സിലേക്ക് വന്നതോടുകൂടി തന്നെ ശ്രീകാന്തിനെ കൊല്ലാൻ അവൻ്റെ മനസ്സനുവദിച്ചില്ല. എന്നാൽ പെട്ടെന്ന് എവിടെ നിന്നോ ഒരു ബുള്ളറ്റ് വന്ന് ശ്രീകാന്തിൻ്റെ നെറ്റിയിലങ്ങ് തറച്ചു. ശ്രീകാന്ത് വെടിയേറ്റ് വീഴാണ്. വിക്രം ഞെട്ടലോടുകൂടെ തന്നെ തിരിഞ്ഞു നോക്കി. അത് MLA വാസവനായിരുന്നു. വാസവനെ കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. നിങ്ങളോ എന്ന് അവൻ ചോദിച്ചു. വാസവൻ ദേഷ്യത്തോടെ വീണ്ടും ശ്രീകാന്തിനെ ഒരൊറ്റങ്ങ് വെടിവെക്കുന്നുണ്ട്. ശ്രീകാന്ത് ആ നിമിഷം തന്നെ അങ്ങ് മരണപ്പെട്ടു. ഇത് കണ്ട് ചന്ദ്രശേഖരൻ ആകെ പേടിച്ചു വിറച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. വാസവന്റെ കയ്യിൽ കിട്ടിയാൽ തൻ്റെ ജീവനും പോകുമെന്ന് ചന്ദ്രശേഖരൻ അറിയാമായിരുന്നു. വാസവൻ ചോദിക്കുന്നുണ്ട്, എവിടെയാണ് മറ്റവനെന്ന്? ആ ചന്ദ്രശേഖരൻ എവിടെ? അവനെ കൂടി എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞു. വിക്രം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അനിയൻകുട്ടനെ അവർ കൊന്നു വാസവ. എല്ലാ തെളിവുകളും അവരില്ലാതാക്കി. നിങ്ങൾ എങ്ങനെയാണ് ഇത് അറിഞ്ഞത് എന്ന് അവൻ ചോദിച്ചു. വാസവൻ പറഞ്ഞു, ഇനി തെളിവിൻ്റെ ആവശ്യമൊന്നുമില്ല വിക്രം. ശ്രീകാന്തിനെ കൊന്നത് ഞാനാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ പോലീസിനോട് പിടികൊടുക്കുന്നില്ല. എനിക്ക് ആ ചന്ദ്രശേഖരനെ കൂടി വേണം. അവനെയും കൂടെ കൊന്നിട്ട് ഞാൻ കീഴടങ്ങിക്കോളാമെന്ന് പറയും. അത് ഞാൻ എടുത്ത ശബ്ദമാണ്. അതുവരെ ശ്രീകാന്തിനെ കൊന്നത് നീയാണെന്ന് എല്ലാവരും കരുതണം. അവനെ കൂടി ഇല്ലാതാക്കിയിട്ട് ഞാൻ കോടതിയിൽ സത്യം പറഞ്ഞോളാം. ഈ കാര്യം നമ്മൾ 3 പേരുമല്ലാതെ മറ്റൊരാളും അറിയാൻ പാടില്ല എന്നുവരെ വാസവൻ സേതുവിനോടും വിക്രമിനോടും പറഞ്ഞു. വരുണിനെ കൊന്നത് ഇവരാണെന്ന് എങ്ങനെ അറിഞ്ഞു എന്ന് വിക്രം ചോദിച്ചപ്പോൾ വാസവൻ സത്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചു കൊടുത്തു. വിക്രം നാട്ടിൽ വന്നപ്പോൾ ശ്രീകാന്തും ചന്ദ്രശേഖരനും ഗുണ്ടകളെ വിട്ട് കൊല്ലാൻ ശ്രമിച്ചതും പിള്ളസാറിനോട് ആവശ്യപ്പെട്ടതും എല്ലാം വാസവൻ അറിഞ്ഞിരുന്നു. പിള്ളസാറുമായി വാസവനുള്ള ബന്ധം അവർക്കറിയില്ലായിരുന്നു. ടോണി ശ്രീകാന്തിനെ വിളിച്ച് പറയുന്നത് കേട്ടപ്പോഴാണ് തന്നെ ചതിക്കുന്നത് ടോണിയാണെന്ന് വാസവൻ തിരിച്ചറിഞ്ഞത്. അവനിൽ നിന്നാണ് ശ്രീകാന്തും ചന്ദ്രശേഖരനുമാണ് വരുണിന്റെ കൊലപാതകത്തിന് പിന്നിലെന്നും പുളിക്കനെ കൊന്നത് ശ്രീകാന്താണെന്നൊക്കെ വാസവൻ മനസ്സിലാക്കിയത്. എൻ്റെ മകനെ കൊന്ന് അവനെ ഇല്ലാതാക്കി ഇനി ചന്ദ്രശേഖരനെ കൂടി കിട്ടണം. അതുവരെ ഈ കുറ്റം വിക്രം തന്നെ ഏറ്റെടുക്കണമെന്ന് വാസവൻ അപേക്ഷിച്ചു. എന്നാൽ വിക്രം ആദ്യം വിസമ്മതിച്ചു. വരുണിനെയും അനിയൻകുട്ടനെയും കൊന്നത് ചന്ദ്രശേഖരനല്ലേ, അവന് ശിക്ഷ കിട്ടേണ്ടേ എന്ന് വിക്രം ചോദിച്ചു. എങ്കിലും ഒടുവിൽ വിക്രം പോലീസിൽ കീഴടങ്ങാൻ സമ്മതിച്ചു. ശ്രീകാന്തിനെ കൊന്നത് താനാണെന്ന് അവൻ പോലീസിനോട് പറഞ്ഞു. ഇതിനിടെ ജോബി പോലീസിനെയും കൂട്ടി അങ്ങോട്ടേക്ക് വന്നു. മൈക്കിൾ അച്ഛൻ്റെയും ഗീവർ ഗീസേറ്റിൻ്റെ മുന്നിലൂടെ കൊടുത്തന്നെ പോലീസ് വിക്രമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. വേദ ഉണർന്നു നോക്കുമ്പോൾ വിക്രത്തെ കൈവിലങ്ങണിച്ച് കൊണ്ടുപോകുന്നതാണ് കണ്ടത്. അവൾ കരഞ്ഞുകൊണ്ട് നോക്കി നിന്നു. ശ്രീകാന്ത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കണ്ടിട്ട് അവൾ അമ്പരന്നു. വേദ മേരി ചേച്ചിയെ കെട്ടിപ്പിടിച്ചങ്ങ് പൊട്ടിക്കരയാണ്. 1000 സ്വപ്നങ്ങളുമായി നാടുവിടാനൊരുങ്ങിയ വിക്രമിനും വേദക്കും മറ്റൊരു ദുരന്തമാണ് ഇവിടെ അനുഭവിക്കേണ്ടി വന്നത്. പോലീസ് വിക്രമിനെ ഇടുക്കിയിൽ നിന്നും കൊണ്ടുപോയി. ശ്രീകാന്ത് കൊലപ്പെട്ട കാര്യം ശങ്കരനാരായണനും വീട്ടുകാരും അറിഞ്ഞു. വിക്രം ശ്രീകാന്തിനെ കൊന്നുവെന്ന വാർത്ത നാട് മുഴുവൻ പരന്നു. വിനായകൻ വീട്ടിൽ വന്ന് വിക്രമിനെ അറസ്റ്റ് ചെയ്ത കാര്യം പറഞ്ഞു. സുധാകര മാഷും കമലമ്മയും ഇത് കേട്ട് ശരിക്കും ആകെ തകർന്നു പോയി. നന്ദിനി മാത്രം സന്തോഷത്തോടു കൂടെ ഇങ്ങനെ നിൽക്കുമായിരിക്കും. വിനായകൻ പറഞ്ഞു, അനിയൻകുട്ടനെ ആരോ വെടിവെച്ച് കൊന്നു. അത് ശ്രീകാന്തായിരിക്കും. അതിൻ്റെ ദേഷ്യത്തിൽ വിക്രം അവനെ കൊന്നതായിരിക്കുമെന്ന നാട്ടുകാർ പറയുന്നത്. വിക്രം തന്നെയാണ് ഇത് ചെയ്തതെന്ന് ശങ്കരനും തോന്നി. അനിയൻകുട്ടൻ്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു. വിക്രമിൻ്റെ കൂട്ടുകാർ അത് കണ്ട് സഹിക്കാനാവാതെ നിന്നു. വിക്രം തിരിച്ചു വരുമെന്ന് സേതു വേദയെ ആശ്വസിപ്പിച്ചു. വേദ സേതുവിനോട് സത്യം ചോദിച്ചു. വിക്രമാണോ ഇത് ചെയ്തത് എന്ന്? വിക്രം ഒരിക്കലും അത് ചെയ്യില്ല എന്ന് എനിക്കറിയാമെന്ന് വേദ പറഞ്ഞു.
നീതുവിൻ്റെ സങ്കടം കണ്ട് സേതുവിന് വിഷമം തോന്നി. സേതു പറഞ്ഞു, വിക്രമല്ല നിന്നെ ഏട്ടനെ കൊന്നത്. അവൻ നിരപരാധിയാണ്. പക്ഷേ അധിക കാര്യങ്ങളിപ്പോൾ പറയാനാവില്ല. വിക്രം വേഗം തിരികെ വരുമെന്നും യഥാർത്ഥ കൊലയാളി കീഴടങ്ങുമെന്നൊക്കെ സേതു ഉറപ്പു നൽകി. ഇത് കേട്ട വേദക്ക് ആശ്വാസമായി. വിക്രമിനെ താൻ രക്ഷിക്കുമെന്നും അനിയൻകുട്ടനെ കൊന്ന ചന്ദ്രശേഖരനെ കണ്ടുപിടിക്കുമെന്നൊക്കെ അവൾ ഉറപ്പിച്ചു പറഞ്ഞു. വേദ തൻ്റെ കയ്യിലുണ്ടായിരുന്ന രേഖകളുമായി നേരെ സേതുവിനോടൊപ്പം നാട്ടിലേക്ക് പോയി. കോടതി വിക്രമിനെ 4 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തൻ്റെ മകൻ ഇത് ചെയ്യില്ല എന്നും കമലമ്മയും മാഷും ഉറപ്പിച്ച് വിശ്വസിച്ചു. അവൻ വിക്രമിനോട് സത്യം ചോദിച്ചുവെങ്കിലും അവൻ ഒന്നും തന്നെ മിണ്ടിയില്ല. വേദ ദൂരെ മാറി നിന്ന് അവനെ നോക്കി കരഞ്ഞു. വിക്രം അവളെ തിരഞ്ഞുവെങ്കിലും കാണാനൊന്നും കഴിഞ്ഞില്ല. ദർശൻ വന്ന് വിക്രമിനെ ദേഷ്യത്തോടു കൂടി നോക്കി. എൻ്റെ അച്ഛൻ എവിടെയാണെന്ന് അവൻ ചോദിച്ചുവെങ്കിലും വിക്രം മറുപടിയൊന്നും തന്നെ നൽകിയില്ല. ജീപ്പിൽ പോകുമ്പോൾ വിക്രം വേദയെ കണ്ടു. അവർ പരസ്പരം നോക്കി സങ്കടപ്പെട്ട് നിൽക്കുമായിരുന്നു. ഇതേ സമയം വാസവൻ ചന്ദ്രശേഖരനെ തിരഞ്ഞ് ഇടുക്കി മുഴുവൻ അലഞ്ഞു. ജോബി ചന്ദ്രശേഖരനെ ഒരു സ്റ്റോർ റൂമിൽ ഒളിപ്പിച്ച് താമസിപ്പിച്ചു. വാസവൻ ജോബിയെ പിടികൂടി തല്ലി ചതച്ചുവെങ്കിലും അവൻ സത്യം പറഞ്ഞില്ല. ഇതിനിടെ ദർശൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. വിക്രം അനിയൻകുട്ടിനെയും ശ്രീകാന്തിനെയും കൊന്നുവെന്നും അത് വിക്രം സമ്മതിച്ചുവെന്നും പോലീസ് പറഞ്ഞു. സേതു എന്നൊരാൾ ഇതിന് സാക്ഷിയാണെന്നും പോലീസ് അറിയിച്ചു. ദർശൻ സേതുവിനെ കണ്ട് സത്യം ചോദിച്ചു. വിക്രം നിരപരാധിയാണെങ്കിൽ താൻ രക്ഷിക്കുമെന്നൊക്കെ അവൻ പറഞ്ഞു. ഒടുവിൽ സേതു നടന്ന എല്ലാ സത്യങ്ങളും ദർശനോട് വെളിപ്പെടുത്തി. വാസവനാണ് ശ്രീകാന്തിനെ കൊന്നത് എന്നും വിക്രം ആ കുറ്റം ഏറ്റെടുത്തതാണെന്നും അവന് പറഞ്ഞു. ഇത് കേട്ട ദർശൻ ആകെ ഞെട്ടിപ്പോയി. സ്വന്തം ഏട്ടനെ കൊന്ന വാസവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ തന്നെ അവൻ തീരുമാനിച്ചു. സന്തോഷ് ചന്ദ്രശേഖരനെ കണ്ട കാര്യം മൈക്കിൾ അച്ഛനെയും ഗീവർഗീസേട്ടനെയും അറിയിച്ചു. ചന്ദ്രശേഖരനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് തന്നെ അവൻ തീരുമാനിച്ചു. ഗീവർഗീസേട്ടൻ വാസവനോട് ചന്ദ്രശേഖരൻ എവിടെയുണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. വാസവൻ അവിടെ എത്തി ചന്ദ്രശേഖരനെ അങ്ങ് തല്ലിക്കൊല്ലാണ്. എന്നിട്ട് സന്തോഷത്തോടു കൂടി തന്നെ പോലീസിന് കീഴടങ്ങി. വാസവൻ എല്ലാ സത്യങ്ങളും പോലീസുകാരോട് തുറന്നു പറഞ്ഞു. ശ്രീകാന്തിനെയും ചന്ദ്രശേഖരനെയും കൊന്നത് താനാണ് എന്ന് തന്നെ അവൻ ഏറ്റുപറഞ്ഞു. ദർശൻ ശങ്കരനെ വിളിച്ച് വിക്രം നിരപരാധിയാണെന്ന് പറയാണ്. വാസവന് വേണ്ടിയിട്ടാണ് വിക്രം ആ ഒരു കുറ്റം ഏറ്റെടുത്തത് എന്ന് അറിഞ്ഞപ്പോൾ വേദക്കും മാഷിനും കമലത്തിനൊക്കെ ഒരുപാടധികം സന്തോഷമായി. അങ്ങനെ കോടതി വിക്രമിനെ നിരപരാധിയാണെന്നൊക്കെ കണ്ട് വെറുതെ വിട്ടു. പുറത്തേക്ക് ഇറങ്ങിയ വിക്രം വേദയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയാണ്. വാസവൻ വിക്രമിനോട് പറഞ്ഞു, എൻ്റെ മകനെ കൊന്നവരോട് ഞാൻ പ്രതികാരം തീർത്തു. ഇനി എൻ്റെ മകനെ കുത്തിയത് ആരാണെന്ന് കൂടി എനിക്ക് കണ്ടുപിടിക്കണം. അത് വിക്രം അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വാസവൻ അവിടെ നിന്നും പോയി. കമലമ്മയും മാഷും വിക്രമിനെയും വേദയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. ശങ്കരനാരായണൻ ദർശനും ആ ഒരു കാഴ്ച കണ്ട് സന്തോഷത്തോടെ നോക്കി നിന്നു. വിക്രം മോചിതനായി എങ്കിലും അവരുടെ ജീവിതത്തിലെ കാർമേഘങ്ങളൊന്നും പൂർണ്ണമായിട്ടങ്ങ് ഒഴിഞ്ഞുപോയിരുന്നില്ല. വിക്രം സുധാകരൻ മാഷിന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അവിടെ എല്ലാവരുടെയും കണ്ണുകളിൽ ആശ്വാസമായിരുന്നു. പക്ഷേ വിക്രമിന്റെ മനസ്സ് ശാന്തമായിരുന്നില്ല. വാസവനെ ഏൽപ്പിച്ച അവസാനത്തെ ദൗത്യം വരുണിനെ കുത്തിയ യഥാർത്ഥ കൊലയാളിയെ കണ്ടുപിടിക്കുക എന്നുള്ളത് അതൊരു കടങ്കഥയായി അവൻ്റെ ഉള്ളിൽ അവശേഷിച്ചു. വേദ അവൻ്റെ മൗനം തിരിച്ചറിഞ്ഞു. വിക്രം, നമ്മൾ ഒരുപാട് അനുഭവിച്ചു. ഇനി എന്തിനാ ഈ പഴയ കനകളിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ഊതിക്കളിക്കുന്നത്? അവൾ ചോദിച്ചു. പക്ഷേ വിക്രം ഉറച്ച തീരുമാനത്തിലായിരുന്നു. വാസവൻ എനിക്ക് വേണ്ടി കുറ്റമേറ്റെടുത്ത് ജയിലിൽ പോയതാണ് വേദ. അയാൾക്ക് നൽകിയ വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ. അടുത്ത ദിവസം തന്നെ വിക്രം രഹസ്യമായി തൻ്റെ പഴയ സുഹൃത്തുക്കളെയും ഇൻഫോർമർമാരെയും ബന്ധപ്പെട്ട് അന്വേഷണം ചെന്നു നിന്നത് ശ്രീകാന്തിൻ്റെ വിശ്വസ്തനായിരുന്ന ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന ജോബി എന്ന അടുത്ത സുഹൃത്തിലേക്കാണ്. വിക്രം അവനെ തന്ത്രപരമായി പിടികൂടി. ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന ആ ഒരു സത്യം പുറത്തു വന്നു. വരുണിനെ കുത്തിയത് ചന്ദ്രശേഖരന്റെ ഗുണ്ടകളല്ലായിരുന്നു, മറിച്ച് ശ്രീകാന്ത് തന്നെയായിരുന്നു. വരുണിനെ കൊന്നത് ചന്ദ്രശേഖരന്റെ ഗുണ്ടകളല്ലായിരുന്നു, മറിച്ച് ശ്രീകാന്തിന്റെ നിഴലായി കൂടെ നടന്നിരുന്ന ഒരാളായിരുന്നു. ആ സത്യം വിക്രമിനെ വീണ്ടും ആ പഴയ എസ്റ്റേറ്റ് ബംഗ്ലാവിലെ രഹസ്യ അറയിലേക്ക് എത്തിച്ചു. അവിടെ വെച്ച് നടന്ന സംഘർഷങ്ങൾക്കൊടുവിൽ ഒളിവിൽ കഴിയുന്ന യഥാർത്ഥ പ്രതി വിക്രമിന്റെ മുന്നിലേക്ക് കുടുങ്ങി. സത്യങ്ങൾ തെളിഞ്ഞതോടുകൂടി തന്നെ വാസവന്റെ ശിക്ഷയിൽ വലിയ ഇളവുകൾ തന്നെ ലഭിക്കാനുള്ള സാഹചര്യമുണ്ടായി. വിക്രമും വേദയും തങ്ങളുടെ പുതിയ ജീവിത സ്വപ്നം കണ്ട് നാട്ടിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു. അനിയൻകുട്ടൻ്റെ ഓർമ്മകൾക്കായി അവർ ചെറിയൊരു പുസ്തകശാല തന്നെ തുടങ്ങി. വേദയും വിക്രമും ഒരുമിച്ച് കൈ കോർത്തു നടക്കുമ്പോൾ വിധി തങ്ങളെ എത്രയൊക്കെ അകറ്റാൻ നോക്കിയാലും സ്നേഹം കൊണ്ട് അതിനെ തോൽപ്പിക്കാമെന്ന വിശ്വാസം അവരുടെ ഉള്ളിൽ കരുത്തായി നിന്നു. ശങ്കരനാരായണനും സുധാകര മാഷുമൊക്കെ ഒരുമിച്ചിരുന്നു ആ ഒരു പഴയ കഥകൾ മെനയുമ്പോൾ ആ നാട് വീണ്ടും സമാധാനത്തിൻ്റെ തീരത്തായി. അനിശ്ചിതത്വങ്ങൾ ഒഴിഞ്ഞു. പവിത്രമായ ഒരു ബന്ധത്തിൻ്റെ പുതിയ അധ്യായം അവിടെ തുടങ്ങുകയായിരുന്നു. അങ്ങനെ പവിത്രത്തിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.